ഇപ്പൊ റീസെന്റ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വന്നു. ഈ ഒരു കാര്യം 24 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തിന്? ട്രംപ് പോലും ഞാനൊരു അമേരിക്കൻ പ്രസിഡന്റ് ആവും അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു കാര്യം 24 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെർട്ടിക്കുലർ TV സീരീസ് സിംസൺസ് എന്നൊരു TV സീരീസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വരും, ഇത് കാരണം ഫിനാൻഷ്യലായിട്ട് കുറേ പ്രശ്നങ്ങൾ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു TV സീരീസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതെല്ലാം സത്യമാവുകയും ചെയ്തിട്ടുണ്ട്. സിംസൺസ് എന്ന സീരീസ് ഇപ്പൊ ഫേമസ് ആയിരിക്കാൻ കാരണം തന്നെ അവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു സീരീസിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇത് അവർ ജാതകമോ മാജിക്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജനങ്ങളുടെ മൈൻഡ് സെറ്റ് യൂസ് ചെയ്ത് അവർ തിങ്ക് ചെയ്യുന്ന രീതി അനുസരിച്ച് അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഒരു സീരീസ് ആയിട്ട് റിലീസ് ചെയ്യും. അതേപോലെ ഇപ്പം നടക്കുന്നുമുണ്ട്. അമേരിക്കയുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ജനറേഷനിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ ആ സീരീസിൽ പറഞ്ഞിട്ടുള്ള ഇനി എന്തായാലും സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്ന 11 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ വീഡിയോ. ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ഫസ്റ്റ് വൺ, റോബോട്ട്സ് ടേക്കിംഗ് കെയർ ഓഫ് എവറിത്തിങ്. ആ ഒരു സമയത്ത് 24 വർഷങ്ങൾക്ക് മുമ്പ്, എക്സാക്റ്റ് ആയിട്ട് 2000, ആ ഒരു വർഷത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സിസ്റ്റം, PC, ലാപ്ടോപ്പ്, ഇതൊന്നും വലിയ കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് ഈ ഒരു റോബോട്ട്സ് ജനങ്ങൾക്കിടയിൽ വരും. സോ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും, ജനങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും, എന്തിന് വയസ്സായവരെ നോക്കും എന്നൊന്നും ആരും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു കാര്യം സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ റോബോട്ട്സ് കുക്ക് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്തിന് വയസ്സായ ആൾക്കാരെ നോക്കാനായിട്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനത്തെ നഴ്സിംഗ് റോബോട്ട്സ് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നുണ്ട്. അതേപോലെ സർജറീസ് വരെ റോബോട്ട്സ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ, മൈൻഡ് കൺട്രോൾ വിത്ത് മൂവീസ് ആൻഡ് മ്യൂസിക്സ്. ആ ഒരു സമയത്ത് ഈ ഒരു മൂവീസ് ആൻഡ് മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഈ ജനങ്ങളൊന്നും അനുസരിക്കാതെ ഈ ഗവൺമെൻറ് പറയുന്നതോ അല്ലെങ്കിൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ ആവുമ്പോൾ ഈ ഒരു ആക്ടേഴ്സും ഫേമസ് ആയ സെലിബ്രിറ്റീസിനെല്ലാം വെച്ചൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും എന്ന് സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ അവയർനെസ് ആണെങ്കിലും ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കണമെന്ന് വലിയ സെലിബ്രിറ്റീസ് വന്ന് പറയുന്നുണ്ട്. അതുപോലെ റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് ഇവർ മൂവീസും മ്യൂസിക്സും എന്തിന് ഇപ്പോൾ ഒരു സ്മോക്കിംഗ് സീൻ വരികയാണെങ്കിൽ പോലും താഴെ നോ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. സിംസൺസ് ഇത് 24 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ജനങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സെലിബ്രിറ്റീസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് വൺ, ഹോവറിംഗ് കാർസ്. ഇപ്പോൾ നമ്മുടെ റോഡ് വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ കാർസും ബൈക്സും വെഹിക്കിൾസിൻ്റെ കൗണ്ട് എല്ലാം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ എന്തായാലും ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു മെയിൻ ഏരിയയിൽ പോകുമ്പോൾ തീർച്ചയായും ട്രാഫിക് ഉണ്ടാവും. സോ ആ സമയത്ത് തന്നെ 24 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിംസൺസ് ഹോവറിംഗ് കാർസ്, ഫ്ലൈയിങ് കാർസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഇപ്പോൾ അത് വന്നിട്ടുണ്ട് ആൻഡ് ഇപ്പോൾ അത് ടെസ്റ്റിങ്ങിലാണ്. സോ അത് എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്ന് ദുബായ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യവും സിംസൺസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രാഫിക് ഒഴിവാക്കാനായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് ഫ്ലൈയിങ് കാർസ് വരുമെന്ന്. അതേപോലെ ട്രാഫിക് എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു ഫ്ലൈയിങ് ടാക്സീസ് ഇപ്പോൾ ദുബായിൽ ടെസ്റ്റിങ്ങിലുള്ളത്. ആൻഡ് ദ ഫോർത്ത് വൺ, ഫീമെയിൽ പ്രസിഡന്റ്. ഈ ഒരു കാര്യം എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു സെനേറിയോയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. കാരണം അമേരിക്കയിൽ ഒരാൾക്ക് 2 തവണ മാത്രമേ പ്രസിഡന്റ് ആവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കമല ഹാരിസ് ഉണ്ട്. ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് ട്രംപ് ഈ ഒരു റൂളിംഗ് ട്രംപിൻ്റെ പീരീഡ് കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്തതായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത് കമല ഹാരിസ് ആയിരിക്കും. ആ ഒരു കാർട്ടൂണിലും അതേപോലെ ആ ഒരു മുത്തുമാലയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും ആ ഒരു സിംസൺസ് എന്ന സീരീസിൽ കാണിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ കമല ഹാരിസും അതുപോലെ തന്നെ ആയിരിക്കും ഡ്രസ്സും അപ്പിയറൻസിലെല്ലാം. സോ ഈ ഒരു കാര്യം എക്സാക്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫിഫ്ത്ത് വൺ, VR സ്കൂൾ. ആ ഒരു സമയത്ത് 2000 ആ ഒരു കാലഘട്ടത്തിൽ VR സ്കൂൾ എന്ന് പറയുന്നത്, VRലൂടെ വിർച്വൽ സ്കൂൾ എന്ന് പറയുന്നത് തന്നെ ഒരു ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആയിരിക്കും. എന്നാൽ സിംസൺസ് അതും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഫ്യൂച്ചറിൽ ആരും സ്കൂളിലേക്ക് പോകേണ്ട കാര്യമില്ല, അവർക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം എന്നൊക്കെ സിംപ്സൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ തന്നെ മാക്സിമം ക്ലാസ്സസും നമുക്ക് ഓൺലൈനിലായി. ഇപ്പോൾ അത് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാനായിട്ട് ചാൻസസും ഉണ്ട്. VR ഹെഡ്സെറ്റ്സ് ഒക്കെ ഇട്ട് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഫ്യൂച്ചർ അത് ഏറ്റവും അടുത്തുണ്ട്. 6th വൺ, ഡിജിറ്റൽ കറൻസി. ആ ഒരു സമയത്ത് 24 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു ഡിജിറ്റൽ കറൻസി എന്നൊരു പ്രഡിക്ഷൻ സിംപ്സൺസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ലിക്വിഡായിട്ട് ആരുടെ കയ്യിലും ക്യാഷ് ഉണ്ടാവില്ല, എല്ലാം ഡിജിറ്റൽ ആയിരിക്കുമെന്ന്. ആൻഡ് ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അടുത്ത പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഫുഡീസിനെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇനിയുള്ള കാലഘട്ടത്ത് ഫുഡിൽ കെമിക്കൽസ് ഉള്ളതുകൊണ്ട് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം വരുന്നതുകൊണ്ട് ഇനിയുള്ള വൈറ്റമിൻ, പ്രോട്ടീൻ, ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു ക്യാപ്സ്യൂൾസിൽ തന്നെ നമുക്ക് കിട്ടും. സോ അത് മാത്രം നമുക്ക് കൺസ്യൂം ചെയ്ത് ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് സിംപ്സൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതും ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈൽഡ് ട്രാക്കിംഗ് ചിപ്സ്. ഇപ്പോൾ നമ്മുടെ കാറിലും ബൈക്കിലും എല്ലാം GPS നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മൾ ചിപ്പ് സെറ്റ് ചെയ്ത് അവർ എവിടെ പോകുന്നു എന്നൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുമെന്നാണ് സിംപ്സൺസ് 24 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് നമ്മുടെ പെറ്റ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോഗ്സിലെല്ലാം ചിപ്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ഡോഗ് മിസ്സായാൽ പോലും നമുക്ക് ആ ഒരു ചിപ്പ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചറിൽ നമ്മളുടെ കുട്ടികൾക്കകത്ത് ഈ ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്യുക എന്നത് വളരെ ദൂരത്തൊന്നുമല്ല. ആൻഡ് ദ 10th വൺ, ഡിജിറ്റൽ ബിഗ് ബെൻ. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. ഈ ഫോർ എക്സാമ്പിൾ നമുക്ക് താജ്മഹൽ കാണണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ആഗ്രയിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കൊരു ഹോളോഗ്രാം, വലിയൊരു ഹോളോഗ്രാം ഡിസ്പ്ലേ വെച്ച് നമുക്ക് റിയൽ ആയിട്ട് കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിംപ്സൺസ്. ആൻഡ് അതും കറക്റ്റ് തന്നെയാണ്. ആൻഡ് ദ 11th വൺ, ഇതും ഒരു 70% കറക്റ്റ് ആയിരിക്കുകയാണ്. കാരണം ആ ഒരു സമയത്ത് തന്നെ സിംപ്സൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനങ്ങൾ പോയി മാർസിൽ ജീവിക്കുമെന്ന്. ആൻഡ് ഇനി ജനങ്ങൾ അവിടെ പോയി ജീവിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടം വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായി വന്നെത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.